നമ്മൾ നേരത്തെ പൈനാപ്പിൾ കർഷകരുടെ ദുരിതം കണ്ടു. ഇതാ നെൽകർഷകരുടെ സ്ഥിതിയും പലയിടങ്ങളിലും മറിച്ചല്ല. കൊയ്ത നെല്ല് മില്ലുടമകൾ എടുക്കാതെ വന്നതോടെ ദുരിതത്തിലായിരിക്കുകയാണ് കുറിച്ചി മുട്ടത്തുകടവ് പാടശേഖരത്തെ കർഷകർ. 40 ഏക്കറിലെ 4 ലോഡ് നെല്ലാണ് പാടത്ത് കെട്ടിക്കിടക്കുന്നത്. 10 കിലോ കിഴിവ് കർഷകരോട് മില്ലുടമകൾ ചോദിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. നല്ല നെല്ലായിട്ടും 5 കിലോ കിഴിവ് വരെ നൽകാമെന്ന് പറഞ്ഞിട്ടും മില്ലുടമകൾ അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എന്നാണ് ഇവർ പറയുന്നത്. 22 ദിവസമായിട്ട് നെല്ല് സംഭരിക്കാത്തത് കാരണം ആത്മഹത്യയുടെ വക്കിലാണെന്നാണ് കർഷകർ പറയുന്നത്. അഖിൽ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. ഞാനുള്ളത് കുറിച്ചി മുട്ടത്തുകടവ് പാടശേഖരത്താണ്. നെല്ല് കൊയ്തിട്ടിട്ട് ഇപ്പോൾ 22 ദിവസം കഴിഞ്ഞിരുന്നു. പക്ഷേ മില്ലുടമകൾ ആരും തന്നെ ഇത് സംഭരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കൊയ്തിട്ട പാടത്ത് തന്നെയാണ് നെല്ല് കിടക്കുന്നത്. ഏകദേശം 4 ലോഡ് നെല്ലുണ്ടെന്നാണ് കർഷകർ തന്നെ പറയുന്നത്. എന്താണ് ഈ മില്ലുടമകൾ ഇത് സംഭരിക്കാൻ ഒരു ബുദ്ധിമുട്ടായി പറയുന്നത്? 10 കിലോ കിഴിവ് കൊടുക്കണമെന്നാണ് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ കൊടുക്കത്തില്ല. 5 കിലോ വരെ നമ്മൾ സമ്മതിച്ചു, എന്നിട്ടും ആരും വന്നിട്ടില്ല. നമ്മൾ 10 കൊടുക്കത്തില്ല. പിന്നെ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നെങ്കിൽ ചെയ്താൽ എന്ന് മാത്രമേ ഉള്ളൂ. ഈ മില്ലുടമകളും പാടി ഓഫീസർമാരും എല്ലാവരുടെയും ഈ ഏജന്റിന്റെയും എല്ലാവരുടെ ഒത്തുകളിയാണ് ഈ പാടത്തിന് നെല്ലിങ്ങനെ കിടക്കുന്നത്. ഇവർക്കെല്ലാം ശരിയായ കമ്മീഷനാണ് വേണ്ടത്. പാവപ്പെട്ട കൃഷിക്കാരുടെ വേദനയോ കാര്യങ്ങളോ ഇവരറിയുന്നില്ല. ഞങ്ങളെല്ലാവരും പാട്ടം ചെയ്യുന്ന ഇവിടെ മുതലാളിമാർ ആരുടെ നിലവിൽ എല്ലാം പാട്ടക്കാരാണ്. ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. 22 ദിവസമായി ഇത് കൊയ്ത് വെച്ചിട്ട് ആരുമില്ല. ഞങ്ങൾക്ക് 10 കിലോ കിഴി കൊടുത്താൽ ഞങ്ങൾക്ക് എന്നാ കിട്ടും? എല്ലാവരും അത്താഴപ്പെട്ടിരിക്കാതെ കൃഷി ചെയ്യുന്നത്. കടവും ബലം എടുത്തല്ലേ കൃഷി ചെയ്യുന്നത്. എന്ത് ചെയ്യും ഞങ്ങൾ? ഈ പാടി ഓഫീസിലൊക്കെ പോയി പറയുന്നില്ല. അപ്പൊ അവരുടെ ഒരു സമീപനമൊക്കെ അവരുടെ സമീപനം ഇന്ന് വരെ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ്. ഇത് കൊയ്തിങ്ങനെ ഇട്ടതിന് ശേഷം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരോ പാർട്ടിയുടെ ആൾക്കാരോ അതുപോലെ കൃഷി ഓഫീസർമാരോ വേണ്ട രീതിയിൽ ഈ നമ്മളെ കൃഷിക്കാരെ വിളിച്ചൊരു ചർച്ച നടത്തുക അല്ലെങ്കിൽ ഏജന്റുമാരെ വിളിച്ച് ചർച്ച നടത്തുക, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. മറ്റൊരു മാർഗ്ഗങ്ങളും ഇനിയില്ല. ഞങ്ങൾ ഇനി നിരാകാരം കിടക്കാൻ കൂടുതൽ ദിവസം കടന്ന് വീണ്ടും ബുദ്ധിമുട്ടാകും. ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നശിച്ചു പോവും, തൂക്കം കുറഞ്ഞു പോവും. മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ വേനൽ മഴ മഴ പെയ്താൽ ആകപ്പാട് ബുദ്ധിമുട്ടാണ്. ഇത് പാടി ഓഫീസർമാർ കഴിഞ്ഞ ദിവസം ഒന്ന് പരിശോധിച്ചിട്ടെ 17% ജലാംശം വരെ ഈ നെല്ലിനകത്ത് ഉണ്ടാകാമെന്ന്. പക്ഷെ അതിൻ്റെ യാതൊരു അംശം പോലും ജലാംശം ഇല്ല. അപ്പോൾ നെല്ല് നമുക്ക് എപ്പം വേണേലും പൂർണ്ണമായിട്ട് അവർ എടുക്കാവുന്നതാണ്. ഇടനിലക്കാരുടെയാണ് ഈ കാർന്ന് തിന്നുന്നതും നമ്മളെ കൃഷിക്കാരെ ദ്രോഹിക്കുന്നവരും അവരാ. കൊയ്തിട്ട നെല്ലാണ് ഈ കിടക്കുന്നത്. ഒരു പക്ഷേ നാളെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്തേണ്ട അരിയാണ് ഈ കിടക്കുന്നതെന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്രത്തോളം ഒരു ബുദ്ധിമുട്ട് കർഷകരെ സംബന്ധിച്ചോളം ഉണ്ട്. അതിൽ അടിയന്തരമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഒരു ഇടപെടൽ വേണം. 22 ദിവസമായി ഇനിയും കൂടി പോകുന്തോറും ഇതിൽ മഴ പെയ്യാനുള്ള സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരും. അപ്പോൾ അതിൽ വീണ്ടും ഇവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കും. ഒപ്പം തന്നെ ഇതിൽ തൂക്കം കുറയും. അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് കർഷകരെ തള്ളിവിടുന്നതിന് മുമ്പ് അടിയന്തരമായ ഇടപെടൽ തന്നെയാണ് ഇവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.